മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വയനാട്ടിലെ ജനങ്ങളോട് കേന്ദ്രം ക്രൂരമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന എൽഡിഎഫ് കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. വി. മുരളീധരന്റെ പ്രസ്താവന കേരളത്തെ അപമാനിക്കുന്നതെന്നും ദുരന്തബാധിതരെ അവഹേളിക്കുന്നതാണെന്നും എൽഡിഎഫ് വയനാട് ജില്ലാ കൺവീനർ സി.കെ. ശശീന്ദ്രനും പ്രതികരിച്ചു. ഏതു നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും വയനാടിന് അർഹമായ സാമ്പത്തിക സഹായം ലഭിക്കണമെന്ന് എൽഡിഎഫ് കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. വി. മുരളീധരന്റെ വിശകലനം വയനാടിന്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുന്നതല്ലെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. ഒരു പ്രദേശമാണെങ്കിൽ പോലും ആ ദുരന്തത്തിന്റെ ഗ്രാവിറ്റി എങ്ങനെയാണ് കണക്കുക? ആ ദുരന്തത്തിൽ 400 പരം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ ദുരന്തത്തിൽ 400 പരം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പലരെയും ഇപ്പോൾ പലരുടെയും ഭൗതിക ശരീരം ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. അങ്ങനെ ഇന്ത്യയിൽ രാജ്യമാകെ എടുത്തു കഴിഞ്ഞാൽ വിവരണാതീതമായൊരു ദുരന്തമാണ് വയനാട് ജില്ലയിലെ മേപ്പാടിയിൽ ഉണ്ടായിട്ടുള്ളത്. അത് എത്ര വാർഡിനെ ബാധിച്ചോ ഏത് പ്രദേശത്തെ ബാധിച്ചോ എന്നുള്ളതല്ല പ്രശ്നം, അതിൻ്റെ ഗൗരവമാണ്. വി. മുരളീധരന്റെ പ്രസ്താവന കേരളത്തെ അപമാനിക്കുന്നതും ദുരന്തബാധിതരെ അവഹേളിക്കുന്നതുമാണെന്ന് സി.കെ. ശശീന്ദ്രൻ പറഞ്ഞു. പ്രസ്താവന പിൻവലിച്ച് മുരളീധരൻ മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന, രാഷ്ട്രീയ വിവേചനം കാണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നടപടികളെ ന്യായീകരിക്കാനാണ് മുരളീധരൻ ഇതുപോലെയുള്ള ഒരു ജനതയാകെ കളിയാക്കുകയും ദുരന്തത്തിൽ ഏർപ്പെട്ട ജനവിഭാഗങ്ങളെ ആകെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവന ഇറക്കുന്നത്. വി. മുരളീധരന്റെ പ്രസ്താവനയിലൂടെ ബി.ജെ.പിയുടെ തനിനിറം പുറത്തുവന്നെന്ന് കൽപ്പറ്റ എം.എൽ.എ. ടി. സിദ്ദിഖ് പറഞ്ഞു. ദുരന്തത്തെ നിസ്സാരവൽക്കരിക്കുന്ന നിലപാടിൽ നിന്ന് ബി.ജെ.പി. പിന്മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.